കോഴിക്കോട് ബേപ്പൂരിൽ പുതിയ ജങ്കാർ സർവീസ് ഉടൻ തുടങ്ങും. ബേപ്പൂർ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള സർവീസിനായി ഉപയോഗിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരുന്നു. ഹൈഡ്രോളിക് സംവിധാനമില്ലാതെ റാമ്പുകൾ യാന്ത്രികമായി പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് പാളിയത്. കൊച്ചിയിൽ നിന്നെത്തിച്ച റോറോ ജങ്കാറിന്റെ ഹൈഡ്രോളിക് സംവിധാനം ഒരുക്കുന്നതിനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇരട്ട എഞ്ചിനുകളുള്ള അത്യാധുനിക ജങ്കാർ ബേപ്പൂരിന്റെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമാകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്തുകയാണ് ബേപ്പൂർ. പക്ഷേ അപ്പോഴും അവിടെയുള്ള യാത്രാ പ്രശ്നങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി ചാലിയത്തെയും ബേപ്പൂരിലെയും ആളുകളെ ബാധിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവിടെ പുതിയ ജങ്കാർ സർവീസ് ആരംഭിക്കാനുള്ള നീക്കം നടത്തിയത്. ഏതായാലും ഇപ്പോൾ റോറോ സർവീസിലുള്ള ബോട്ട് ജങ്കാർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഗ്രിഫി വാട്ടർ സ്പോർട്സിന്റെ ആളുകളാണ് ഇത് നടത്തുന്നത്. എന്താണ് ഈ വലിയൊരു ആവേശത്തിലാണോ? നല്ല ആവേശത്തിലാണ്. നമ്മൾ റോറോ വന്ന സന്തോഷത്തിലാണ്. വളരെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത സുരക്ഷിതമാണ് അല്ലേ? രണ്ട് ഭാഗത്തൂടെ വാഹനങ്ങൾക്ക് കയറ്റാൻ കഴിയും, തിരിക്കേണ്ടതില്ല എന്നൊക്കെയാണ്. നമ്മൾ കുറേ ഇവിടെ ഇപ്പോൾ ജങ്കാർ ഉണ്ടായിട്ട് കുറേ ആളുകൾക്ക് മറ്റേ റിവേഴ്സിൽ കയറി വരുന്നതിൻ്റെ പ്രയാസം കാരണമാണ് ഇപ്പോൾ ടെൻഡറിൽ റോറോ ഉള്ളൊരു സർവീസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന് തയ്യാറായത്. ആ തുടക്കത്തിലെ സർവീസ് നടത്തുമ്പോൾ ഈ ബേപ്പൂർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ സർവീസ് നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ചില യന്ത്ര തകരാറോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ തകരാറ് കൊണ്ട് അത് നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇപ്പം നേരത്തെ ഇവിടെ നടത്തിയ ടീമൊക്കെ ഒരു ജങ്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് വിജയം ആയിക്കൊള്ളുന്നില്ല. ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാവും. ഒന്നിക്ക് ജെട്ടി ഹൈറ്റ് കുറവ്, എല്ലിൽ ജങ്കാറിൻ്റെ ചില മാറ്റങ്ങൾ, അങ്ങനെ നമ്മളൊരു കുറച്ച് സമയം എടുത്തിട്ട് ആ മാറ്റം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ സർവീസ് സക്സസ് ആവുള്ളൂ. ആദ്യം നമ്മൾ ഇതുവരെ ഇതിൻ്റെ റാമ്പ് എന്ന് പറയുന്ന സംഭവം അത് മാനുവലായിരുന്നു. അത് നമ്മളിപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവമാണ് നമ്മൾ ആദ്യത്തെ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. റാമ്പിന്റെ ഹൈഡ്രോളിക് സംവിധാനം പ്രവർത്തിക്കുന്ന യന്ത്രഭാഗമാണിത്. ഇത് മാനുവലായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെട്ടു. ഇനി ഏതായാലും ഇപ്പോൾ ഹൈഡ്രോളിക് സംവിധാനം പ്രാവർത്തികമാക്കിയതിന് ശേഷം സർവീസ് നടത്താനുള്ള ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്ത് നടത്തുന്നത്. നമ്മൾ സർവീസ് നടത്താനുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളോട് കൂടിയാണ്. നേരത്തെ ആരോ ഒരു ചാനലിൽ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഏതോ ഒരു ടൗണിൽ വെച്ചിട്ടാണ് പറയുന്നത് ജങ്കാർ സർവീസ് ഒരു പേപ്പറും ഇല്ലാതാണ് റോറോ ഇവിടെ വന്നത്. ഒരു പേപ്പറും ഇല്ലാതെ നമ്മളെ പോർട്ടിന്റെ ഭാഗത്ത് റോറോ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കിത് സെറ്റായി വരണമെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഒരു 1-2 മാസം കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ മിസ്റ്റേക്കുകൾ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നമുക്ക് നമ്മളെ കൂടെ വെള്ളാർപാട് തമ്മ സർവീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരേ സമയത്ത് 2 സർവീസ് ഉണ്ടാവും. ഒരേ സമയത്ത് രണ്ടും നമ്മൾ ശ്രമിക്കുന്നുണ്ട്, രണ്ടും ചെയ്യും. പുതിയത് വന്നത് ഇപ്പം ജങ്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെല്ലോ സാങ്കേതിക ചെറിയ തടസ്സങ്ങളാണ് പുതിയ നിർമ്മിച്ചതല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ജങ്കാർ സർവീസിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഇനി നിർത്തൂല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ബേപ്പൂരിലെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആവേശകരമായ ഒരു വാഗ്ദാനം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. കാരണം വലിയ തരത്തിൽ യാത്രാ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. വിനോദസഞ്ചാര മേഖലയിൽ വലിയ തരത്തിൽ കുതിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ മറുഭാഗത്ത് യാത്രാ പ്രശ്നം രൂക്ഷമാകുന്നു. അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.